ഹായ് ഹരീസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തെ പറ്റി കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മുടെ ചായക്കടകളിലൊക്കെ കിട്ടുന്ന വാഴയ്ക്ക ബജിയാണ് താരം. ഈ വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ ചായയോടൊപ്പം ആസ്വദിക്കാൻ പറ്റുന്ന ഈ വിഭവം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതിനായിട്ട് നമ്മളിവിടെ 3 വാഴയ്ക്ക എടുത്തേക്കുന്ന വാഴയ്ക്ക നല്ലോണം കഴുകി നേർത്ത കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. അടുത്തതായിട്ട് നമ്മളിതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളവ: കടലമാവ് 250 ഗ്രാം, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, സോഡാപ്പൊടി 1/4 ടീസ്പൂൺ, പെരുംജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. എപ്പോഴും ഉപ്പിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഒരു കാരണവശാലും ഉപ്പ് കൂടാനോ കുറയാനോ പാടില്ല. ഇവ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ച് ബാറ്റർ ഇച്ചിരി ലൂസാക്കുക. അപ്പോൾ തീരെ ലൂസാവാൻ പാടില്ല, നമ്മുടെ ആവശ്യാനുസരണം. തീരെ കട്ടി കൂടാനും പാടില്ല, ലൂസാവാനും പാടില്ല. തരികളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ മിക്സ് ചെയ്യുന്ന സ്പൂൺ ജസ്റ്റ് ആ മാവിലൊന്ന് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് പുറമേ ഒരു കോട്ടിങ് വരും. അപ്പോൾ കറക്റ്റായിട്ട് മാവ് കറക്റ്റ് നമ്മൾ മിക്സ് ചെയ്തത് ശരിയായിട്ടൊരു റേഷ്യോ ആണെങ്കിൽ ആ മാവിൽ ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ഒരു കോട്ടിങ് ആ സ്പൂണിന് ചുറ്റും ഉണ്ടാവും. അപ്പോൾ അതാണ് ഒരു ബെസ്റ്റ് ടിപ്പ്. അടുത്ത് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പാൻ എടുക്കുക. നിങ്ങൾ വീട്ടിൽ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആസ് യൂഷ്വൽ അത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ പുറത്തുനിന്നൊന്നും മേടിക്കാൻ നിൽക്കേണ്ട. വീട്ടിൽ എന്താണോ യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ സൺഫ്ലവർ ആവാം, അല്ലെങ്കിൽ റൈസ് ബ്രാൻ ആവാം, കോക്കനട്ട് ആവാം, ഏതാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അത് യൂസ് ചെയ്യുക. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വാഴയ്ക്ക നമ്മുടെ മാവിൽ, നമ്മുടെ ബാറ്ററിൽ നല്ലോണം കവർ ചെയ്യുക, എണ്ണയിലോട്ട് ഇടുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ബിഗിനർ ആണെങ്കിൽ ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ലെവലിൽ കീപ്പ് ചെയ്താൽ മതി. സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് നമുക്കറിയത്തില്ല, അപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. സോ മീഡിയം ലെവലിൽ കീപ്പ് ചെയ്യുക. ഇതിൻ്റെ ഒരു വശം പാകമായതിനു ശേഷം മറുവശം തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് ഒരു നമ്മുടെ ലെവലിലെത്തി നമ്മുടെ പാകമായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. സോ ബജി നമ്മുടെ സെർവിങ് ഡിഷിലോട്ട് മാറ്റുക. അപ്പോൾ കണ്ടല്ലോ, എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ചായക്കട സ്റ്റൈൽ വാഴയ്ക്ക ബജി ഉണ്ടാക്കിയതെന്ന്. നമ്മുടെ സ്വന്തം പ്രിപ്പറേഷനും കൂടെ ആകുമ്പോൾ രുചിയിലും ഗുണത്തിലും പിന്നെ അടിപൊളിയായിരിക്കും. കൂടാതെ സൈഡ് ഡിഷായിട്ട് ഇച്ചിരി തേങ്ങ ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും. അപ്പോൾ വരാൻ പോകുന്ന ഈ മഴക്കാലത്ത് ചായയോടൊപ്പം ഈ ബജിയും നിങ്ങൾക്കൊരു പുതിയ അനുഭവമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺ ഫോർ യെറ്റ് അനദർ വീഡിയോ. ബൈ ഫ്രം യുവർ ഹരി. ജസ്റ്റ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.